നമസ്കാരം. ഇന്നലെ മറുനാടിന് സുപ്രധാനമായൊരു വാർത്ത പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിരുന്നു. ബീഹാറിലെ ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ അതിൻ്റെ ഘടകം രൂപീകരിച്ചെന്നും മുൻ മന്ത്രിയായ AV താമരാഷനും മുൻ MLA ആയ മാത്യു സ്റ്റീഫനും ഈ പാർട്ടിയിൽ ചേർന്നു എന്നുമുള്ളതായിരുന്നു വാർത്ത. ആ വാർത്തയുടെ പ്രധാനപ്പെട്ട കാതൽ ബിഷപ്പ് എന്ന പേരിൽ ചില വ്യാജന്മാരെ ഈ സമ്മേളനത്തിൽ കൊണ്ടിരുത്തി എന്നതായിരുന്നു. മാത്രമല്ല, ഈ പാർട്ടി കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, പത്രങ്ങൾക്കും ചാനലുകൾക്കും പണം കൊടുത്തുകൊണ്ട് വാർത്ത വരുത്തുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് ഞങ്ങൾ ഉന്നയിച്ചത്. അതിന് 2 തെളിവുകളാണ് ഞങ്ങൾ നിരത്തിയത്. ഒന്ന്, മറുനാടനിലേക്ക് വിളിച്ച ഒരു ഏജൻസി ഈ പാർട്ടിക്ക് വേണ്ടി വാർത്ത എഴുതാൻ പണം ഓഫർ ചെയ്തതിൻ്റെ ശബ്ദരേഖയായിരുന്നു. പരസ്യമാണെന്ന് തോന്നാത്ത വിധത്തിൽ വാർത്ത പോലെ എഴുതണം, പണം തരാം എന്ന് പറഞ്ഞ് ഒരു ഏജൻസിയുടെ പ്രതിനിധി വിളിച്ചതിൻ്റെ ശബ്ദരേഖ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ഇക്കഴിഞ്ഞ ഞായറാഴ്ചയിൽ കേരളകൗമുദി ദിനപത്രത്തിൻ്റെ വാരാന്ത്യ പതിപ്പിൻ്റെ ഒരു പേജ് മുഴുവൻ, 1-ാം പേജ് മുഴുവൻ ഈ പാർട്ടിയുടെ നേതാക്കന്മാരുടെയും ലയന സമ്മേളനത്തിൻ്റെയും ഒക്കെ വാർത്തകളായിരുന്നു. കേരളകൗമുദി പണം വാങ്ങിയാണ് അത് പ്രസിദ്ധീകരിച്ചത് എന്ന് സംശയിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു ഞങ്ങൾക്ക് നൽകിയ ഓഫറിൽ നിന്നും വ്യക്തമായത്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനം മാറിമറിഞ്ഞിരിക്കുന്നത് എന്നതിന് തെളിവായിരുന്നു ഇത്. ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ ജിതിൻ റാം മഞ്ചി തുടങ്ങി വെച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ഹമ്മിന്റെ ദേശീയ കോർഡിനേറ്റർ എന്നും കേരളത്തിന്റെ തലവൻ എന്നുമൊക്കെ അവകാശപ്പെടുന്ന ഒരു സുബീഷ് വാസുദേവൻ. അയാളുടെ പടമായിരുന്നു കേരളകൗമുദിയുടെ പരസ്യ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അയാളായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട സംഘാടകൻ. എന്ന് വെച്ചാൽ ഈ സുബീഷ് P. വാസു എന്ന് പറയുന്ന ആളാണ് ഈ പാർട്ടിയുടെ ഇവിടുത്തെ നടത്തിപ്പുകാരൻ എന്നർത്ഥം. ആ വാർത്തയിൽ ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിരുന്നു, ബീഹാറിലെ പല രാഷ്ട്രീയ പാർട്ടികളും, ലല്ലു പ്രസാദ് യാദവിന്റെ ആണെങ്കിലും രാംവിലാസ് പാസ്വാന്റെ ആണെങ്കിലും നിതീഷ് കുമാറിന്റെ ആണെങ്കിലും ഇവിടെ ഇടയ്ക്കിടെ ഇങ്ങനെ ഘടകങ്ങൾ രൂപീകരിക്കും. ഇതിൻ്റെയൊക്കെ പിന്നിൽ കളങ്കിത വ്യക്തിത്വങ്ങളാണ്. ഈ പാർട്ടികൾക്ക് ദേശീയ തലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് നേട്ടങ്ങൾ കൊയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇത്തരം പാർട്ടികളിൽ മുമ്പിൽ നിൽക്കുന്ന പലരും ഗുണ്ടകളും തട്ടിപ്പ് സംഘങ്ങളുടെ തലവന്മാരുമാണെന്ന്. ഈ സുബീഷ് P. വാസു ആരാണെന്ന് ഞങ്ങൾക്കൊരു ധാരണയുമില്ല. എന്നാൽ ഈ പാർട്ടിക്ക് പരസ്യം കൊടുക്കുന്നത് കണ്ടിട്ടും മാധ്യമങ്ങളെ വിലക്കെടുക്കുന്നത് കണ്ടിട്ടും ഒക്കെ ഇയാളുടെ പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയായിരുന്നു. ഞങ്ങളുടെ സംശയം വെറുതെയല്ല എന്ന് വ്യക്തമാകുന്ന തെളിവുകളാണ് ഇന്ന് പുറത്തുവിടുന്നത്. ഈ സുബീഷ് P. വാസു അടിമുടി തട്ടിപ്പുകാരനാണ്. അനേകം തട്ടിപ്പ് കേസുകളിൽ പ്രതിയായി പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു മഹാനായ തട്ടിപ്പുകാരനാണ് സുബീഷ് P. വാസു എന്നും ഇയാൾ ഈ ബീഹാറിലെ പാർട്ടിക്ക് ഇവിടെ തുടക്കമിട്ട് തട്ടിപ്പ് വ്യാപിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നുവെന്നും വ്യക്തമാകുന്ന തെളിവുകളാണ് ഞങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. അമിത്ഷായുടെ പ്രത്യേക ദൂതൻ എന്ന നിലയിലാണ് ഇയാൾ ഇവിടെ സ്വയം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. അമിത്ഷായുടെ പ്രത്യേക ദൂതൻ കേരളത്തെ ഞെട്ടിക്കാൻ വരുന്നു, കേരളത്തിൽ NDAയുടെ ഭാഗമായി വലിയ നേട്ടങ്ങൾ കൊയ്യും എന്ന തരത്തിൽ ഈ സുബീഷ് P. വാസുവിന്റെ അഭിമുഖങ്ങൾ പല യൂട്യൂബ് ചാനലുകളിൽ വന്നിട്ടുണ്ട്. നോക്കൂ, ഇയാൾ ഏതു തരത്തിലാണ് ഇവിടെ തട്ടിപ്പ് നടത്തുന്നതെന്ന്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ദൂതൻ എന്ന് പരസ്യമായി പറഞ്ഞ് പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് യൂട്യൂബുകാർക്ക് പണം കൊടുത്ത് അഭിമുഖം കൊടുത്ത് ഇയാൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണ്? കേരളത്തിലെ BJP നേതാക്കളോട് ഞാൻ ഇയാളെ കുറിച്ച് തിരക്കിയപ്പോൾ ഇവിടുത്തെ NDAയുമായി ഒരു ബന്ധവുമില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇയാൾ എല്ലാവരോടും പറഞ്ഞത് അമിത്ഷാ വാക്ക് നൽകിയിട്ടുണ്ട്, 15 സീറ്റ് ഈ പാർട്ടിക്ക് കേരളത്തിൽ അടുത്ത നിയമസഭാ സീറ്റിൽ കിട്ടുമെന്ന്. ഒരുപക്ഷെ അമിത്ഷായുടെ പേരിൽ ഈ നുണയാൾ പ്രചരിപ്പിക്കുന്നത് ഈ 15 സീറ്റിന്റെ പേരിൽ ആളുകളോട് പണം വാങ്ങാനാവും. ഇത്തരത്തിൽ അനേകം തട്ടിപ്പുകൾ ഇയാൾ നടത്തി എന്നതിന് തെളിവുകൾ ഞങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഒന്നായ പ്രൈഡ് എന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ഇയാൾ 2021 5 കോടി രൂപ ലോൺ എടുത്തിട്ട് ആ പണം ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. അത് കേസായിട്ടുണ്ട്. പ്രൈഡ് മാനേജ്മെന്റിനോട് ചോദിച്ച് സ്ഥിരീകരിച്ചു പറയുന്നതാണ് 5 കോടി രൂപ ഈ പ്രൈഡ് എന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇയാൾ അടയ്ക്കാനുണ്ട്. വ്യാജരേഖകളുടെ പിൻബലത്തിലാണ് സുബീഷ് P. വാസു പ്രൈഡ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും പണം കൈപ്പറ്റിയതും തിരിച്ചടയ്ക്കാത്തതും. കേസായപ്പോൾ 50 ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചടച്ചത്. ഇനിയും 4.5 കോടി രൂപയും പലിശയും അടയ്ക്കാനുണ്ട്. ഇയാളെക്കുറിച്ച് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ പോലും ഇയാളുമായി ബന്ധപ്പെട്ട അനേകം തട്ടിപ്പുകളുടെ വിശദാംശങ്ങൾ ലഭിക്കും. ഏറ്റവും വിചിത്രമായ സംഗതി, ഇന്ന് മഹാനായ പൊതുപ്രവർത്തകൻ അമിത്ഷായുടെ ദൂതൻ എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്ത
കേരള കൗമുദിയിൽ 2022 ഇയാൾക്കെതിരെ വാർത്ത വന്നിട്ടുണ്ട് എന്നതാണ്. ഇത് മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടി അന്ന് ഏഷ്യാനെറ്റിൽ വന്ന വാർത്ത, അതായത് 2023 ഓഗസ്റ്റ് 15 ഏഷ്യാനെറ്റിൽ വന്ന വാർത്ത ചിത്രസഹിതം നോക്കുക. മദ്യക്കച്ചവടം, വ്യാപാരിയിൽ നിന്ന് 65 ലക്ഷം തട്ടി, രാഷ്ട്രീയ നേതാവ് മലയാളി യുവതിയും കൊല്ലത്തെ യുവാവും പിടിയിൽ. ഈ 3 ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. ആ ചിത്രങ്ങളിലെ മൂന്നാമനാണ്, ഈ കുറിവെച്ചവനാണ് സുബീഷ് വാസു. മദ്യവ്യാപാരത്തിന് പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത വ്യാപാരിയിൽ നിന്നും പണം തട്ടിയ മലയാളി യുവാവിനെയും യുവതിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ബിസിനസ് എക്സ്ചേഞ്ച് ഗ്രൂപ്പ് എന്ന കമ്പനിയുടെ ഉടമയും പങ്കാളിയുമായ തൃശൂർ അത്താണി സ്വദേശിയുമായ സുബീഷ് പി വാസു 31 വയസ്സ്, ബിലേഹക്കള്ളി സ്വദേശി ശില്പ ബാബു 27 വയസ്സ് എന്നിവരാണ് പിടിയിലായത്. ഹൈദരാബാദിൽ നിന്ന് വ്യാപാരിയാണ് മദ്യക്കച്ചവടത്തിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് ഇരുവരും പറ്റിച്ചത്. വ്യാപാരിയിൽ നിന്നും 65 ലക്ഷം രൂപയാണ് സുബീഷും ശില്പയും തട്ടിയെടുത്തത്. NDA ഘടകകക്ഷിയായ രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടിയുടെ കർണാടക അധ്യക്ഷ കൂടിയാണ് പിടിയിലായ ശില്പ. ഞാൻ പറഞ്ഞല്ലോ, ഈ ബീഹാറിലെ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരം ഉഡായിപ്പ് അധ്യക്ഷന്മാരും അധ്യക്ഷന്മാരുമുണ്ട്. ശില്പ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കർണാടകയിലെ അധ്യക്ഷ എന്ന നിലയിലായിരുന്നു തട്ടിപ്പ് നടത്തി. അതിന് കുട പിടിച്ചത് സുബീഷ് ആയിരുന്നു. കേരളത്തിൽ നിന്നാണ് ഇരുവരെയും പിടികൂടുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഇവരെ ബാംഗ്ലൂർ പോലീസ് കൈമാറുകയായിരുന്നു. ഇരുവരും ബാംഗ്ലൂരിലെ മറാത്തഹള്ളിയിൽ ഒരുമിച്ചായിരുന്നു താമസം. വ്യാപാരിയായ KR കമലേഷ് കഴിഞ്ഞ വർഷമാണ് ഇവരെ വിശ്വസിച്ച് പണം കൈമാറിയത്. എന്നാൽ പണം നൽകി 1 വർഷം കഴിഞ്ഞിട്ടും വ്യാപാരം തുടങ്ങിയില്ല. ഇതോടെ കമലേഷ് പണം തിരികെ ആവശ്യപ്പെട്ടു. പക്ഷേ യുവാവും യുവതിയും പണം തിരിച്ചു കൊടുത്തില്ല. ഇതോടെയാണ് വ്യാപാരി പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സ്വാധീനമുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് നിക്ഷേപകരെ ആകർഷിച്ചതെന്ന് പോലീസ് പറയുന്നു. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ ബാംഗ്ലൂരിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും കേസുണ്ട്. പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡി റിമാൻഡ് ചെയ്തു. തട്ടിപ്പിനെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് പറഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ അനേകം കേസുകൾ ഉണ്ട് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. ആഴ്ചകളോളം മാസങ്ങളോളം ഇവർ ജയിലിലായിരുന്നു. ജയിലിന് പുറത്തിറങ്ങി വീണ്ടും തട്ടിപ്പ് തുടർന്നു. ആ തട്ടിപ്പിന്റെ തുടർച്ചയായാണ് ഇപ്പോഴിതാ ഇയാൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടി തന്നെ വിലക്കെടുത്ത് മാധ്യമങ്ങളിൽ പരസ്യം കൊടുത്ത് ജനത്തെ കബളിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതും അമിത്ഷായുടെ പേര് പറഞ്ഞ്. അനേകം കേസുകൾ, 1ഉം 2ഉമല്ല, അനേകം കേസുകളുണ്ട്. കേരളത്തിൽ തന്നെ ഇയാൾക്കെതിരെ പല കേസുകളുണ്ട്. തൃശ്ശൂരിലെ നെടുമ്പുഴ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 36/2021 എന്ന പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. വഞ്ചന IPC 406ഉം 402ഉമാണ് ചുമത്തിയിരിക്കുന്നത്. അനിൽകുമാർ ശ്രീധരൻ എന്നയാളാണ് പരാതിക്കാരൻ. തൃശ്ശൂർ ശക്തൻ നഗറിൽ മാഗ്വൈൻ എന്ന ഒരു സ്ഥാപനം നടത്തുകയാണ് അനിൽകുമാർ. ഈ അനിൽകുമാറിന് കർണാടകയിൽ നിന്ന് മദ്യം എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇയാൾ പറ്റിച്ചത്. FIR ഈ കാണുന്നതാണ്. FIRൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു വകുപ്പുകൾ IPC 406ഉം 420ഉം. തട്ടിപ്പ് വഞ്ചനയാണ്. 1-ാം പ്രതി ബിസിനസ് എക്സ്ചേഞ്ച് ഗ്രൂപ്പ് റെപ്രസെന്റ് ബൈ ചെയർമാൻ സുബീഷ്, 2ാമത് സുബീഷ്, 3ാമത് ശില്പ. ഇവർ തന്നെയാണ് മറ്റേ കേസിലെയും പ്രതി, നേരത്തെ ബാംഗ്ലൂരിലെ കേസിലെയും പ്രതി. ബിസിനസ് എക്സ്ചേഞ്ച് ഗ്രൂപ്പ് എന്ന 1-ാം പ്രതി സ്ഥാപനവും T സ്ഥാപനത്തിന് ചെയർമാനായ 2ാം പ്രതിയും T സ്ഥാപനത്തിന് CEO ആയ 3ാം പ്രതിയും അനർഹമായ ലാഭമുണ്ടാക്കുകയും ആവലാതിക്കാരന് വിശ്വാസവഞ്ചന നടത്തി ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി കരുതലോടും കൂടി ആവലാതിക്കാരനും മറ്റ് 3 പേരും കൂടി നടത്തുന്ന തൃശൂർ ശക്തൻ നഗറിലുള്ള ക്രൗൺ ടവറിന്റെ 4ാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന മാഗ്വൈൻ LLP എന്ന സ്ഥാപനത്തിൽ നിന്ന് വിദേശത്തു നിന്നും വിദേശ മദ്യം ഇറക്കുമതി ചെയ്ത് കേരളത്തിൽ വിപണനം നടത്തുന്നതിനായുള്ള സർട്ടിഫിക്കറ്റുകളും രേഖകളും ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 106 കരാറുണ്ടാക്കി ആയതിന്റെ ആവശ്യത്തിലേക്കായി 24/06/2020 മുതൽ 28/11/2020 വരെ പല തവണകളായി 9,78,000 രൂപയും നേരിട്ട് 2ാം പ്രതിയുടെ ബാങ്ക് അക്കൗണ്ട് മുഖാന്തരവും കൈപ്പറ്റി 1ഉം 2ഉം 3ഉം പ്രതികൾ സർട്ടിഫിക്കറ്റുകളും രേഖകളും ശരിയാക്കി കൊടുക്കാതെയും പണം തിരികെ കൊടുക്കാതെയും ആവലാതിക്കാരനെ ചതി ചെയ്ത് വിശ്വാസവഞ്ചന ചെയ്ത കുറ്റകൃത്യം. ഇതാണ് FIRൽ പറയുന്നത്. ഇത്തരം അനേകം കുറ്റകൃത്യങ്ങളിലെ പ്രതിയാണ്. തട്ടിപ്പ്, വഞ്ചന, വെട്ടിപ്പ് തുടങ്ങിയ കേസുകളിലെ പ്രതിയാണ്. ഈ സുബീഷ് പി വാസു എന്ന തട്ടിപ്പുകാരനാണ് അമിത്ഷായുടെ പേര് പറഞ്ഞ് ഇവിടെ രാഷ്ട്രീയ പാർട്ടി തുടങ്ങി നമ്മുടെ ചാനലുകളിലും പത്രങ്ങളിലും പരസ്യം കൊടുത്ത് ഇവിടെ വീണ്ടും തട്ടിപ്പിനിറങ്ങിയിരിക്കുന്നത്. അമിത്ഷാ പോയിട്ട് കേരളത്തിലെ BJP നേതൃത്വം പോലും ഇങ്ങനെ ഒരാളെക്കുറിച്ചും ഇങ്ങനെ ഒരു പാർട്ടിയെക്കുറിച്ചും അറിഞ്ഞിട്ടില്ല. വ്യാജ മെത്രാന്മാരെ കൊണ്ടിറക്കി ഇയാൾ NDAയുടെ ഭാഗമായി തട്ടിപ്പ് നടത്താനുള്ള ആസൂത്രണമാണ് നടത്തി വരുന്നത്. അതിന് ചുക്കാൻ പിടിക്കാൻ യൂട്യൂബർമാരും നിർഭാഗ്യവശാൽ കേരള കൗമുദിയെ പോലുള്ള വലിയ മാധ്യമങ്ങളുമുണ്ട് എന്നത് സങ്കടകരമാണ്. പ്രവീൺ റാണ എന്ന പേരിൽ തൃശ്ശൂരിൽ തട്ടിപ്പ് നടത്തിയിരുന്ന ജയിലിലായ ആ തട്ടിപ്പുകാരുടെ പ്രോഗ്രാമും കേരള കൗമുദിയിലായിരുന്നു എന്നത് സങ്കടകരമാണ്. CV കുഞ്ഞിരാമൻ 1911 തുടങ്ങി ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ നിലപാടെടുത്ത കേരള കൗമുദി പണത്തിന് വേണ്ടി ഇങ്ങനെ താഴുന്നു എന്നത് സങ്കടകരമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല.
എന്തായാലും സൂക്ഷിക്കുക. ഈ ഹം പാർട്ടിയുടെ നേതാവും കേന്ദ്രമന്ത്രിയുമായ മഞ്ജിക്ക് സുബീഷ് വാസ്ദേവ് തട്ടിപ്പുകാരനാണെന്ന് അറിയാമോ ഇല്ലയോ എന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷെ അദ്ദേഹം തട്ടിപ്പുകാരനാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞ് തട്ടിപ്പിനിറങ്ങിയിരിക്കുകയാണ്. ദയവായി ആ കെണിയിൽ നിന്നും മാറി നടക്കുക.